ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദ്യം തന്നെ ഞാൻ ഒലയാണ് എടുത്തിരിക്കുന്നത്. ഒല എടുത്ത് ഫേസിലോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിൽ മാത്രമല്ല കഴുത്തിലും നല്ലതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാര്യം ഫേസിൽ എന്തിട്ടാലും കഴുത്തിലും ഇടണം, ഇല്ലെങ്കിൽ കളർ വ്യത്യാസം ഉണ്ടാവും. ഫേസിൽ ഒരു കളറും കഴുത്തിൽ വേറൊരു കളറും ആയിപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് ഫേസിലും ഇട്ടു കഴുത്തിലും ഇട്ടു അതിന് കഴിഞ്ഞ് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഐലൈനർ എടുക്കുകയാണ്. ഇൻസൈറ്റിൻ്റെ ഐലൈനറാണ് ഈ യൂസ് ചെയ്യുന്നത്. നല്ല ഐലൈനറാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും പാടുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ഫോണിൽ നോക്കിയിട്ട് എങ്ങനെ ഐലൈനർ എഴുതുന്നത് എന്നുള്ളതാണ്. എനിക്ക് എല്ലാ വട്ടവും തെറ്റിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വട്ടം ആസ് യൂഷ്വൽ തെറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞ് വാലൊക്കെ വരച്ചതിന് ശേഷം നമുക്ക് ഐ ഷാഡോ എടുക്കുകയാണ്. ഐ ഷാഡോ എടുത്തു. ഐ ഷാഡോ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. കാര്യം ഞാൻ റീൽസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. അപ്പം ചെറുതായിട്ട് അതിനുശേഷം ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. എനിക്ക് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇൻസൈറ്റിൻ്റെ പ്രോഡക്റ്റ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, ഇതെൻ്റെ ബ്ലഷും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ 2 കവിളിലും ഒരു വര വരച്ചു. അത് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഐലൈനർ എഴുതിയതിന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. ഇപ്പം എൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, താഴെ കൂടെ ഒരു വര പോയേക്കുന്നത്. എനിക്ക് ഫോണിൽ നോക്കി എഴുതുമ്പോൾ എവിടെയെങ്കിലും ഇച്ചിരി കൂടുകയോ കുറയുകയൊക്കെ ചെയ്യും. അതിനുശേഷം ഒരു പൊട്ടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, മുടി കെട്ടാമെന്ന് വിചാരിച്ചു. മുടി നല്ല ഓയിലി ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് എങ്ങനെ കെട്ടിയാലും ശരിയാവതുമില്ലായിരുന്നു. അത് മാത്രമല്ല ചെറിയ നനവും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ക്ലിപ്പ് ചെയ്തു. കാര്യം വീഡിയോ ചെയ്യുമ്പോഴത്തേന് എഫക്റ്റ് ഒക്കെ ഇടുമ്പോഴത്തേന് നല്ല രസമാവത്തില്ലേ. അപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.